നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ ശിവാനി അങ്ങനെ ചെയ്തത്? എന്തായാലും ഇത് ഇങ്ങനെ അവസാനിച്ചല്ലോ. എന്തോ ഭാഗ്യമാണെന്ന് കരുതിയാ മതി. അവളുടെ ആശുപത്രി ചെലവിന് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുത്തിട്ട് ഈ പ്രശ്നം എന്നേക്കുമായിട്ടൊന്ന് അവസാനിപ്പിക്കാൻ നോക്ക്. അമ്മേ, അതങ്ങനെ കൈയൊഴിയാൻ പറ്റുന്നൊരു കേസല്ല. പിന്നെ നീ എന്താ ചെയ്യാൻ പോന്നെ? ഇപ്പോ ശിവാനി നമുക്ക് അനുകൂലമായിട്ടാണ് മൊഴി കൊടുത്തിട്ടുള്ളതെങ്കിലും അവള് മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാവുമെന്നാണ് ACP മഹേഷ് സാറ് പറയുന്നത്. അവള് മൊഴി മാറ്റി പറയാതിരിക്കണമെങ്കിൽ അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കണം. കുറച്ചു കാലത്തേക്ക് ബെഡ് റെസ്റ്റും ഫിസിയോതെറാപ്പിയൊക്കെ വേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് ശിവാനി എന്തായാലും ഡിസ്ചാർജ് ആകുമ്പോൾ അവളുടെ വീട്ടിലേക്ക് അയക്കാൻ പറ്റില്ല. അവിടെ അങ്കിളിന് സുഖമില്ലാതെ കിടക്കുകയാണല്ലോ. ശിവാനിയെ ഇവിടേക്ക് തന്നെ കൊണ്ടുവരേണ്ടി വരും. ഡിസ്ചാർജ് ആകുമ്പോൾ ശിവാനി ഇങ്ങോട്ട് കൊണ്ടുവരാനാ ഞങ്ങളുടെ തീരുമാനം. അത് നടക്കില്ല. നീ എന്താ പറഞ്ഞത്? അവളെ ഇവിടെ കൊണ്ടിട്ട് ചികിത്സിപ്പിക്കാന്നോ? ശിവാനിക്ക് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നമ്മളല്ലേ? കാരണക്കാരൻ ഞങ്ങളല്ല, നിങ്ങള് മാത്രമാണ്. പുതിയ കാറ് വാങ്ങിച്ചതും ആഘോഷം നടത്തിയതും ആക്സിഡന്റ് ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾ മാത്രമാണ്. ആ പാപത്തിന്റെ ഭാരം അനുഭവിക്കാൻ ഇവിടെ ആരും കിട്ടത്തില്ല. ഒരു കാര്യം ഞാൻ തീർത്ത് പറഞ്ഞേക്കാം, ശിവാനിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. അത് നടക്കില്ല. പ്രണവൻ, ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്കുക. തൽക്കാലത്തേക്ക് അവളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലെങ്കിൽ ശിവാനി മൊഴി മാറ്റി പറയും. മാറ്റി പറയട്ടെന്നേ. ഇവള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ ഇവള് അനുഭവിക്കണമല്ലോ. ഉപ്പ് തിന്നവര് വെള്ളം കുടിക്കണം. അത് തിന്നവര് മാത്രം കുടിച്ചാ മതി. എല്ലാവരും കൂടി അതിന്റെ പാപഭാരം ഒന്നും ചുമക്കണ്ട. നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും തൽക്കാലം ശിവാനിയെ കൈപിടിയാൻ പറ്റില്ല. നിധിയെ എങ്ങനെയെങ്കിലും ജയിലിലേക്ക് അയക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ശിവാനി ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചത് അവളെ സംരക്ഷിക്കാനൊന്നും അല്ല. ദേ, ഇവള് ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടി മാത്രമാ. നീ കേട്ടല്ലോ? ശിവാനി ഇവിടെ വന്നാ അത് നിനക്ക് അപമാനം ആവുമെന്നോ നിനക്ക് വിഷമം ആവുമെന്നോ ചിന്തിക്കാതെയാ അവളെ കൊണ്ടുവരാൻ ആലോചിക്കുന്നത്. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ദേ, ഇവൾക്ക് വേണ്ടി മാത്രം. നിന്നെ കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടോ നിന്റെ ഏട്ടന്? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. നിങ്ങൾക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവളെ സംരക്ഷിക്കുന്നതെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോക്കണം. ഇവിടെ അത് നടക്കത്തില്ല. അതല്ല, അവളെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്നേ അടങ്ങൂന്നുള്ള വാശിയിലാണെങ്കിൽ കൊണ്ടുവരുന്നതിന് ഒരു മണിക്കൂർ മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞേക്കണം. ഞാനേ ഈ വീട് വിട്ടങ്ങ് ഇറങ്ങിക്കോളാം. നോക്ക് ഗൗതം, ഈ വീട്ടിലെ ആരും ജയിലിൽ പോണെന്നുള്ള ആഗ്രഹമുള്ളവരല്ല. പക്ഷെ ആ പേരും പറഞ്ഞ് ശിവാനെ ഇവിടെ കൊണ്ടുവരാന്ന് കരുതണ്ട. അവൾക്ക് എത്ര രൂപ വേണമെന്ന് വെച്ചാ കൊടുത്തേക്ക്. എന്നിട്ട് അവളെ ഒഴിവാക്കി വിട്ടേക്ക്. അല്ലാതെ ബാക്കി കാര്യങ്ങളിൽ പ്രണവിന്റെ തീരുമാനം തന്നെയാ എന്റെയും തീരുമാനം. അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട ഗൗതം, ഇനി ആരുടെ മുൻപിലും യാചിക്കണ്ട. ശിവാനി മൊഴി മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ. എന്നെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ. ജയിലിൽ പോവേണ്ടി വന്നാ ഞാൻ പൊയ്ക്കോളാം. അമ്മേ, പ്ലീസ്, സ്ഥിരതാമസത്തിനൊന്നും അല്ല. കുറച്ചു നാളത്തേക്ക് ശിവാനിയുടെ അസുഖം ഒന്ന് ഭേദമാവുന്നവർ മാത്രം അവളിവിടെ നിന്ന് നിന്നോട്ടെ. നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. പിന്നെ നീ എന്തിനാ ഇങ്ങനെ യാചിക്കുന്നത്?